ഹലോ, അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ തന്നെ കുളിച്ച് എല്ലാം റെഡിയായിട്ട് ഓച്ചിറ അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. ഓച്ചിറ അമ്പലം അറിയാത്ത ആരും ഉണ്ടായിരിക്കില്ലല്ലോ, മലയാളികൾ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുന്ന് തന്നെ കെട്ട് നിറച്ച് ശബരിമലയ്ക്ക് പോകാമെന്ന് വെച്ചിട്ടാണ്. ചേട്ടനും മോനും അവിടുന്ന് മാലയൊക്കെ ഇട്ട് വ്രതം എടുത്തിട്ടാണ് വന്നത്. അപ്പം ഇനി അധികം ദിവസമില്ലല്ലോ നാട്ടിൽ നിൽക്കാനായിട്ട്, അതുകൊണ്ട് ഇന്ന് തന്നെ അങ്ങ് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. ചേട്ടനും മോനും മാത്രമല്ല, അനിയത്തിയുടെ ഹസ്ബൻഡും മോനും ഉണ്ട്. പിന്നെ വേറൊരാളോടുണ്ട്, ചേട്ടൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരൻ മാവേലിക്കരയെന്നാണ് കയറുന്നത് കേട്ടോ. അപ്പം അവിടെ വന്നപ്പോൾ തന്നെ ചെറുതായിട്ട് മഴക്കോളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10:45-11 മണി ആയിട്ടേ ഉള്ളൂ. 12 മണിക്ക് മുന്നേ പോകണമെന്ന് വെച്ചിട്ടാണ് കെട്ട് നിറയ്ക്കുന്നത്. അപ്പോൾ ഈ കെട്ട് നിറച്ചെന്ന സ്വാമിയാണെങ്കിൽ എല്ലാവരുടെയും നാളൊക്കെ ചോദിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുമായിരുന്നു. അപ്പം ചിലതൊക്കെ സത്യമാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഒരു കാര്യം, ഓച്ചിറ അമ്പലത്തിൽ എന്നും രാവിലെ കഞ്ഞി, ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കഴിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. അന്നദാനത്തിൽ ക്യൂ കയറി നിന്നപ്പോൾ ഭയങ്കര ക്യൂ ആയി പോരുന്നുണ്ട്, എനിക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം കഴിക്കണമെന്നുണ്ട്. അങ്ങനെ അവർ കെട്ട് നിറച്ചെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും അമ്മയും കൂടി അന്നദാനം കഴിക്കാനായിട്ട് കയറി. അപ്പം സദ്യാലയത്തിൽ കയറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അനിയത്തി അങ്ങ് പോയായിരുന്നു, അവൾക്ക് ജോലിക്ക് കൊണ്ടുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ മഴയുണ്ടായിരുന്നു, കൂടെ എടുത്തില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് അമ്മയുടെ ഷോള് പിടിച്ച് തലയിൽ ഇട്ടുകൊണ്ട് പെയ്യെ ഇങ്ങനെ നടന്നു പോരുന്നു.